Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class, we had an introduction on the section probability distribution, and today we are trying to deal with some problems on the same. The first problem: a random variable x takes values 0, 1, 2, and 3 with corresponding probabilities 1 by 5, 1 by 5, 2 by 5, 1 by 5. Find the expectation of x. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റാൻഡം വേരിയബിൾ, ആ റാൻഡം വേരിയബിളായ എക്സ് പോസസ് ചെയ്യുന്ന വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഒരു റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസിൻ്റെ മീൻ വാല്യൂ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെക്ടേഷൻ വിളിക്കുന്നത്. ആവറേജ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് ദ റാൻഡം വേരിയബിളിനെ വിളിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം എടുത്തെഴുതുക. എന്തൊക്കെ തന്നിട്ടുള്ളത്? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ്, ആ ഓരോ വാല്യൂസും ആ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യാനായിട്ടുള്ള സാധ്യത അഥവാ പ്രോബിലിറ്റീസുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്കും ഈ റാൻഡം വേരിയബിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസും കൂടെ ചേർത്ത് ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നമ്മൾ ഫോം ചെയ്ത് നമ്മൾ എഴുതുന്നു. സോ എന്തൊക്കെ തന്നിട്ടുള്ളത്? എക്സിൻ്റെ വാല്യൂസ്, ദാറ്റ് ഈസ് എക്സ് ഐ, എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഫസ്റ്റ് വാല്യൂ x1, എക്സിൻ്റെ സെക്കൻഡ് വാല്യൂ x2, എക്സിൻ്റെ തേർഡ് വാല്യൂ x3, അങ്ങനെ എക്സിൻ്റെ എല്ലാ വാല്യൂസും നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, എക്സ് ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെന്താണ്? ആ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ടു എക്സ് ഐ, ഇതാണ് പി ഓഫ് എക്സ് ഐ. അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഫോർ എക്സ് ഐ വാല്യൂസ് എടുക്കുകയാണ്. അപ്പോൾ 0, 1, 2, 3 അല്ലേ? അതുപോലെ തന്നെ പ്രോബിലിറ്റീസ് ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 by 5, 1 by 5, 2 by 5 ആൻഡ് 1 by 5 അല്ലേ? അപ്പോൾ ഓരോ എക്സ് എന്ന് പറയുന്ന റാൻഡം വാരിയബിൾ അസ്യൂം ചെയ്യുന്ന ഓരോ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗിവൺ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എടുത്തെഴുതും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ഇ ഓഫ് എക്സ് അല്ലേ? ആ ഇ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളൊരു ഫോർമുല പറഞ്ഞിരുന്നു അല്ലേ? എന്താണത്? ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഓഫ് എക്സ് ഐ. അതായത് ഏതൊക്കെ എക്സ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് അവയെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ എക്സ് ഐ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസും തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ എക്സ് ഐ വാല്യൂസിനെയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അവയുടെ സം കാൽക്കുലേറ്റ് ചെയ്യാം. Therefore, E of x is equal to 0 into 1 by 5 plus 1 into 1 by 5 plus 2 into 2 by 5 plus 3 into 1 by 5, which is equal to 0 plus 1 by 5 plus 2 into 2 by 5, that is 4 by 5 plus 3 into 1 by 5, that is 3 by 5. Which is equal to 4 plus 3, 7 plus 1, 8. 8 by 5. So, ഈ തന്നിട്ടുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് തന്നിട്ടുള്ള ഡേറ്റ അനുസരിച്ച് നമുക്ക് പറയാം, ഇവിടുത്തെ എക്സ് വാല്യൂസിൽ മിഡിൽ വാല്യൂ മീൻ വാല്യൂ എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് 8 by 5 എന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ റാൻഡം വേരിയബിൾ എക്സ് takes values 0, 1 and 2 with corresponding probabilities 1 by 6, 1 by 3 and 1 by 2. Find expectation of x and variance of x. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കുറച്ച് എക്സ് ഐ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസുമാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഹെൻസ് വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആസ് വെൽ ആസ് ദ വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നുണ്ട്? എക്സ് വാല്യൂസ്, എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന 3 വാല്യൂസിലേക്കാണ്. 0, 1 and 2 3 വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ട്. 0 അസ്യൂം ചെയ്യാനുള്ള പ്രോബിലിറ്റി ഈസ് 1 by 6,
1 assume ചെയ്യാനുള്ള probability is 1/3 and 2 assume ചെയ്യാനുള്ള probability is 1/2. So തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് എഴുതാം, ഒരു ടേബിൾ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. So xi values are given as well as the probability of xi values are also given. Xi values are 0, 1 and 2, whereas their probabilities are 1/6, 1/3 and 1/2. First we have to find the expectation of x. Therefore expectation of x is equal to sigma xi into p of xi. ഈ ഫോമിൽ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ചെയ്യേണ്ട കാര്യം നമുക്കറിയാം അല്ലേ, എന്താണ്, ഓരോ എക്സ് വാല്യൂസിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം. സോ ഏത് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഫോമുല എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദിസ് ഈക്വൽ ടു 0 into 1/6 plus 1 into 1/3 plus 2 into 1/2, which is equal to 0 plus 1/3 plus 2/2, which is equal to 1/3 plus 2/2 is 1. Therefore is 1 plus 3/3 is equal to 4/3. So for the given values of the random variable x, the expectation of the random variable is 4/3. What about the variance of x? Variance of x calculate ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു? Variance of x is equal to expectation of x square minus expectation of x the whole square. അല്ലേ? അപ്പോൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 4/3 അല്ലേ? അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ടേം കിട്ടും. ഇനി നമുക്ക് എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയറും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എത്ര കിട്ടുന്നതെന്ന് നോക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്തായിരുന്നു? എക്സ് വാല്യൂസിനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ആഡ് ചെയ്യുന്നു അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഫോർമുല എക്സിൻ്റെ വാല്യൂസിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? സം ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ? സോ ഇവിടെ നമ്മളുടെ ഉപയോഗിക്കുന്ന ഫോർമുല എക്സ് സ്ക്വയർ വാല്യൂസിനെയും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് എക്സിൻ്റെ പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? സം ചെയ്യണം. അതായത് ഈ ഫോർമുലയ്ക്കകത്ത് എക്സ് ഐയുടെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് ഐ സ്ക്വയർ വരും. അതേ ഉള്ളൂ അവിടുത്തെ വ്യത്യാസം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് വാല്യൂസിനെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നായിരുന്നു ഇക്വേഷൻ എങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വരുമ്പോഴത്തേക്കും എക്സ് ഐ സ്ക്വയർ, അതായത് ഓരോ എക്സ് വാല്യൂസിൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അവയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം, അതിൻ്റെ പ്രോബബിലിറ്റി മീൻസ് ആ കറസ്പോണ്ടിങ് എക്സ് ഐയുടെ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സം ചെയ്യുക. Therefore the equation is expectation of x square is equal to sigma xi square into probability of xi. ഓരോ എക്സ് ഐ വാല്യൂസിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഇത് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ ഏതാണ്? എക്സ് ഐയുടെ 0. Therefore 0 സ്ക്വയർ ഇൻറ്റു 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/6 പ്ലസ് സെക്കൻഡ് വാല്യൂ ഓഫ് എക്സ് ഐ ഈസ് 1. Therefore 1 സ്ക്വയർ ഇൻറ്റു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഈസ് 1/3 പ്ലസ് third value of xi is 2. Therefore 2 square into 2 corresponding at the probability is 1/2. Therefore is equal to 0 plus 1/3 plus 4/2. 2 square is 4. 4 into 1/2 is 4/2. This is equal to 1/3 plus 4/2 is 2. Which is equal to 1/3. 1 plus 2 into 3 is 6/3. നമുക്ക് നേരിട്ടുള്ള കാൽക്കുലേറ്ററിൽ നമുക്ക് കാൽക്കുലേഷൻസ് നടത്തുകയും ചെയ്യാം. ദാറ്റ് ഈസ് 1 plus 6/3 which is equal to 7/3. So expectation of x square is 7/3. Hence we can find a variance as variance of x is equal to expectation of x square സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 7/3 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x എത്രയായിരുന്നു? 4/3 the whole square, which is equal to 7/3 minus 16/9, which is equal to 21 minus 16/9, which
equal to 5 by 9. So the variance of x, we got it as 5 by 9. So for the given probability distribution, or for the given values of random variable as well as its probability, the expectation of x, we got it as 4 by 3, whereas the variance of x is 5 by 9. So that's all for the second question. What about the third question? Third question, ആ ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഫോളോയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അവിടെ നമുക്ക് നേരിട്ട് ഒരു ടേബിളായിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് തന്നെ എക്സ് ഐയുടെയും പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐയുടെയും വാല്യൂസ് നമുക്ക് തന്നിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അവിടെ തന്നിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് എടുത്തെഴുതാം. ദാറ്റ് ഈസ് എക്സ് ഐ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഐ. Values of xi are 1, 2, 3 and 4, whereas its probabilities are 0.1, 0.2, 0.3 and 0.4. And first we have to find mean. Mean means what? Mean is expectation of x. Expectation is the mean or average. Therefore expectation of x is sigma xi into p of xi, which is equal to, or xi values 1 into 0.1 plus 2 into 0.2 plus 3 into 0.3 plus 4 into 0.4, which is equal to 3.0. So for the given values of x, the expectation of x or the mean values of the random variable is 3.0. What about the standard deviation? We are choosing the variance alla SD. SD means standard deviation. Standard deviation of x. നമ്മുടെ പെർത്തിൻ്റെ സി പി എമ്മിൻ്റെ സെക്ഷനിനകത്ത് നമ്മൾ വേരിയൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കേട്ടൊരു ടേമാണ് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അവിടെ നമ്മൾ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. വേരിയൻസ് എന്ന് പറയുന്നതിൻ്റെ റൂട്ട് വാല്യൂ, സ്ക്വയർ റൂട്ട് വാല്യൂ നമ്മൾക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ അതിനോണ്ടായി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? വേരിയൻസ് ഓഫ് എക്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് വേരിയൻസ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ? സോ അവിടെ നമുക്ക് എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമുക്ക് എന്തെന്നറിയാം? 3 ആണെന്നറിയാം. അതിൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കാം. നൗ ഫോർ കാൽക്കുലേറ്റിംഗ് വേരിയൻസ് ഓഫ് എക്സ് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ. Therefore expectation of x square is equal to sigma xi square into probability of xi. ഓരോ xi വാല്യൂസിൻ്റെയും സ്ക്വയർ എടുത്തതിന് ശേഷം അവയുടെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുക. സോ ഹിയർ ഇറ്റ് ഈസ് 1 square into 0.1 plus 2 square, that is 4 into 0.2 plus 3 square, that is 9 into 0.3 plus 4 square, that is 16 into 0.4, which is equal to 0.1 plus 0.8 plus 2.7 plus 6.4. Therefore the value is 10. So we got the value as 10.0. That is equal to expectation of x square is 10.0.
എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ 10.0 ആണെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് എന്തായിരിക്കും? വേരിയൻസ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 10 minus expectation of x the whole square that is 3 the whole square which is equal to 10 minus 9 which is equal to 1. So variance of x is 1. നമുക്ക് വേണ്ടത് എന്താണ്? വേരിയൻസ് അല്ല, എന്താ വേണ്ടത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വേണ്ടത്. Therefore standard deviation of x which is equal to the root of variance of x, and here it is equal to root of 1 which is equal to 1. സോ നമുക്ക് തന്നിട്ടുള്ള റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസും ഉപയോഗിച്ച് ആ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫോർത്ത് വൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പ്ലെയർ ഈസ് ടു ടോസ് 3 coins. He wins rupees 20 if 3 heads appear, rupees 10 if 2 heads appear, rupees 2 if 1 head appear, and he will lose rupees 24 if no heads appear. What is the expected amount? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്ലെയർ 3 കോയിൻസ് ടോസ് ചെയ്തു. അപ്പോൾ 3 coins ആണ് ഒരു പ്ലെയർ ടോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? HHT ആ സാമ്പിൾ സ്പേസ് ആണ് പറയുന്നത്. അവിടുത്തെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസ് ഏതൊക്കെയാ? HHT, TH, then TTH, THT, HTT and TTT. അപ്പോൾ ടോട്ടൽ 8 ഔട്ട്കംസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിനകത്ത് നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 3 heads അപ്പിയർ ചെയ്യാം HHനകത്ത്, അടുത്ത 3 എണ്ണത്തിനകത്തും 2 heads അപ്പിയർ ചെയ്യാം, അടുത്ത 3 എണ്ണത്തിനകത്തും 1 head അപ്പിയർ ചെയ്യാം, ആൻഡ് ഫോർ TTT ദ നമ്പർ ഓഫ് ഹെഡ്സ് ആർ 0. സോ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ എണ്ണമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ നമ്മളുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 0, 1, 2 and 3 അല്ലേ? അപ്പോൾ ഇവിടെ പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ ക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആൻസർ ചെയ്യാൻ we have to find the expected amount. നമ്മളുടെ എത്ര, അപ്പോൾ ഓരോ ഹെഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്ലെയറിന് കറക്റ്റായിട്ട് കിട്ടുന്ന വാല്യൂസ്, ആ എമൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ എമൗണ്ടിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മീൻ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹെഡുകളുടെ എണ്ണമല്ല എന്ത് ഇവിടുത്തെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഹെഡുകളുടെ എണ്ണത്തിൻ്റെ മീൻ വാല്യൂ അല്ല നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഹെഡ് കിട്ടിയാൽ ആ പ്ലെയറിന് 20 rupees കിട്ടും. 2 ഹെഡാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ആ 2, അതായത് ഫസ്റ്റ് ടോസിലും സെക്കൻഡ് ടോസിലും തേർഡ് ടോസിലും കൂടെ 2 heads ആണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ എത്ര രൂപ കിട്ടും? 10 രൂപ കിട്ടും. Again, if 1 head is appearing, he will get 2 rupees, and if no heads appear, he will lose 24 rupees. അപ്പം ഹെഡുകൾ അപ്പിയർ ചെയ്ത കറസ്പോണ്ടിങ് ആയിട്ട് 20, 10, 2 എന്നീ ക്രമത്തിൽ എമൗണ്ട് കിട്ടും. അറ്റ് ദ സെയിം ടൈം TTT 3 ടോസിങ്ങിലും ടെയിലാണ് കിട്ടുന്നതെങ്കിൽ he will lose rupees 24 അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ റാൻഡം വേരിയബിളായിട്ട് നമ്മൾ എടുക്കുന്നത് എന്തല്ല, അവിടുത്തെ നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ് അല്ല. അറ്റ് ദ സെയിം ടൈം ദ എമൗണ്ട് ദ പ്ലെയർ വിൽ ഗെറ്റ് വെൻ ദിസ് എത്ര ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ ചെയ്യുമ്പോൾ അവിടുത്തെ ആ പ്ലെയറിന് കിട്ടുന്ന എമൗണ്ടിനെ പറ്റിയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? റാൻഡം വേരിയബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അങ്ങനെ നമ്മൾ ഒരു റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ the amount the player will get while this number of heads are appear. അങ്ങനെയാണ് നമ്മൾ ഈ റാൻഡം വേരിയബിൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ റാൻഡം വേരിയബിൾ എക്സയുടെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? എക്സയുടെ വാല്യൂസ് 3 heads അപ്പിയർ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? ദാറ്റ് ഈസ് 24. അപ്പോൾ 3 heads ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സയുടെ വാല്യൂ എത്ര വരുന്നത്? 20. Again 2 heads ആണെങ്കിൽ ₹10, 1 head ആണെങ്കിൽ ₹2, and if no heads appear, 0 heads ആണ് വരുന്നതെങ്കിൽ the value he lost അവിടെ 24 rupees ഗെയിൻ ചെയ്യല്ല ചെയ്യുന്നത്. സെയിം ടൈം he will
Loss rupees 24. Therefore, with respect to loss, we have to assign a sign, നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. എന്തിന്? ആ ലോസ് ആണ് ഗെയിൻ ചെയ്യല്ല. ഇവിടെ ഈ 3 കേസിൽ ഈ 3 heads 2 heads ആസ് വെൽ ആസ് 1 head ആ 3 കേസിലും ഇത്ര എമൗണ്ട് എന്ത് ചെയ്യായിരുന്നു, ഗെയിൻ ചെയ്യായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇഫ് നോ ഹെഡ് അപ്പിയർ ഓർ ദ നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയർ വൈൽ ടോസിംഗ് 3 coins is equal to 0, you will lose rupees 24. So in order to show that loss, ആ ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് സൈൻ നമ്മളവിടെ ആ 24 എന്ന് പറയുന്ന എമൗണ്ടിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ കോളം നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടി വരും. പ്രോബബിലിറ്റി ഓഫ് എക്സ്, ഈ 20 എന്ന് പറയുന്ന വാല്യൂ xi അഥവാ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യണമെങ്കിൽ അവിടെ എത്ര ഹെഡ്സ് ആണ് അപ്പിയർ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ഹാവ് 3 heads അല്ല, 3 ടോസിങ്ങിലും കൂടെ 3 heads അപ്പിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ 3 heads അപ്പിയർ ചെയ്യാനുള്ള പോസിബിലിറ്റി അഥവാ പ്രോബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 1/8 ആണ്. നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു 3 coins ടോസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 heads എന്ന് പറയുന്നത് എത്രയാണ്? 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 heads അപ്പിയർ ചെയ്യുമ്പോഴാണ് ആ പ്ലെയറിന് എത്ര രൂപ കിട്ടുന്നത്? 20 rupees കിട്ടുന്നത്. Therefore, the probability of getting rupees 20 is also 1/8. Similarly, 10 rupees കിട്ടുന്ന എപ്പോഴാണ്? 2 heads അല്ലെ, ആ 3 points ടോസ് ചെയ്യുമ്പോഴത്തേക്ക് 2 heads ആണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ആ പുള്ളിക്ക് എത്ര രൂപ കിട്ടും? പ്ലെയറിന് 10 രൂപ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2 heads അപ്പിയർ ചെയ്യുന്ന കേസിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 3/8 ആണ്. Therefore, probability of getting 3 heads while tossing probability of getting 2 heads while tossing 3 coins is equal to probability of getting an amount of 10, which is equal to 3/8. Similarly, probability of getting 1 head while tossing 3 coins is equal to 3/8, and which is equal to the probability, which is same as the probability of gaining rupees 2. Therefore, the probability is 3/8. And what is the probability of getting no head while tossing 3 coins? It is 1/8. Therefore, that is same as the probability of -24. That is 1/8. അപ്പോൾ പ്രോബബിലിറ്റി ഈ ഓരോ ഹെഡ്സും അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ് എന്തിനോട് ഈക്വൽ ആയിട്ട് വരുന്നത്? ഈ ഓരോ xi വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ആ ഓരോ xi വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ ഗെറ്റിംഗ് എ ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ എഴുതി. അപ്പോൾ ഇപ്പോൾ എന്തായി? അവിടുത്തെ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് അവിടുത്തെ എമൗണ്ടുമായി ആ ഓരോ എമൗണ്ടിന് കിട്ടാനുള്ള പ്രോബിലിറ്റി, ആ ഓരോ എമൗണ്ടിന് കിട്ടണമെങ്കിൽ ഇത്ര ഹെഡ്സ് വെച്ച് വീഴണം അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഓരോ എമൗണ്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി നമ്മൾ എഴുതി. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് എമൗണ്ട്. എന്താണ് എക്സ്പെക്റ്റഡ് എമൗണ്ട്? ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ xi ഇൻറ്റു P of xi, which is equal to ഓരോ വാല്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 20 into 1/8 plus 10 into 3/8 plus 2 into 3/8 plus minus 24 into 1/8, including the sign വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കാൽക്കുലേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ, which is equal to 20/8 plus 30/8 plus 6/8 minus 24/8. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 56 minus 24/8, or which is equal to 32/8, which is equal to 4. So, for the given values of xi as well as the probability of the random variable, we got expectation of x, or the mean or the average value of the random variable as 4. So, ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് വരാൻ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്ത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ അതിൽ നിന്ന് ചോദിക്കുന്നത്. പ്രോബ്ലം പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ എക്സ്പെക്ടേഷൻ
ഡീവിയേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടൈപ്പ് പ്രോബ്ലംസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ ഈ 4 ക്വസ്റ്റ്യൻസും ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതി എനിക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.